നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഉണ്ടായ സത്യങ്ങളൊക്കെ പറഞ്ഞാ വേറെ വിചാരണയൊന്നും ഉണ്ടാവില്ല. എന്നെ ഈ വീടിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂക്കും പാമാൻഡി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ വീണ്ടും കൊല്ലും. നിന്നെ ആയാലും. ഡോക്ടർ ക്ഷമിക്കുമെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാം. പ്രീതിയാണെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും സുസ്മിതയെ ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൾ നന്നായിട്ട് വരണ്ടിട്ടുണ്ട്. അല്ല, ആരെയാ വിളിക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ സുസ്മിതേ? നിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എന്നെ. പ്രീതിയുടെ ശബ്ദം ഞാനൊന്ന് അനുകരിച്ചെന്നേ ഉള്ളൂ. പല ഫോൺ കോളും ഞാൻ ഈ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്തായതുകൊണ്ട് സുസ്മിത നിൽക്കുന്ന സമയവും സാഹചര്യവും ഒക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ അവൾ ശരിക്കും ഭയന്നു. ഓരോന്നിനും അപ്പപ്പ വിവരങ്ങൾ തന്നു കൂട്ടുനിന്നത് പൊന്നിയ. അതുവഴി ചില മാജിക്കുകൾ കാണിക്കാനും പറ്റി ഞങ്ങൾക്ക്. ഈ ബെഡ്ഷീറ്റ് ആരേത് മടക്കി വെച്ചത്? സുസ്മിതേ, വാസ്തവത്തിൽ സുസ്മിത പ്രീതിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്നതും അവളെ ബെഡ്ഷീറ്റ് കൊണ്ട് പുതപ്പിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ പൊന്നി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവള് വിളിച്ചു പറഞ്ഞതനുസരിച്ചാ ഞാൻ സുസ്മിതയെ വിളിച്ചത്. അതിനിടെ പൊന്നി സുസ്മിത വിരിച്ചിട്ട ബെഡ്ഷീറ്റ് മടക്കി വെച്ച് പുറത്തു പോവുകയും ചെയ്തു. ഗുഡ്. ഇതൊക്കെ പ്രീതിയുടെ മടങ്ങിവരവിന് ഒരു പരിധിവരെ സഹായമായെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല. പ്രീതിയുടെ ശബ്ദം ശാലിനി അനുകരിച്ചില്ലെങ്കിൽ തന്നെ താൻ ചെയ്ത കുറ്റത്തിന്റെ ഏക ദൃക്സാക്ഷിയായതിനാൽ വിളിക്കുന്നത് പ്രീതി തന്നെയാണെന്ന് സുസ്മിത ഉറപ്പിച്ചേനെ. ബാക്കി പ്രീതിയുടെ രൂപവും ചിരിയും ഒക്കെ സുസ്മിത തന്നെ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയതാ. പ്രീതിയാണ് തന്നെ വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് സുസ്മിത ഓരോ വട്ടവും അവൾക്ക് മുന്നിൽ നടത്തിയ വെല്ലുവിളികളിൽ തനിക്കെന്തോ അമാനുഷിക ശക്തിയുണ്ടെന്നും ശരീരം കോമയിലാണെങ്കിലും തനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധം പ്രീതിയുടെ ഉപബോധ മനസ്സിൽ ഉറച്ചു. അതും പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ പ്രീതി കോമയിൽ കിടന്നപ്പോ സുസ്മിത പറഞ്ഞതൊക്കെ പ്രീതിയുടെ മനസ്സിലുണ്ടാവില്ലേ ഡോക്ടർ? ഉപബോധ മനസ്സിലല്ലേ ശാലിനി, അത് ബോധ മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലതാണ് സ്വപ്നങ്ങളായും ദേജാവുമായും ചിലപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോ പ്രീതിക്ക് അതൊന്നും ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈ മിറക്കിൾ സംഭവിക്കേണ്ടത് ശാലിനിയിലൂടെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.